ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസൗമ്യനം എന്നിവയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദേഷ്യവും അസ്വസ്ഥതയും നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ ആന്തരിക ശാന്തതയും മറ്റുള്ളവരെ ക്ഷമിക്കാനുള്ള കൃപയും നൽകി നമ്മെ നയിക്കുന്നത് ഈ ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ ഈ ആത്മീയ ഫലങ്ങൾ നിത്യമഹത്വത്തിൻ്റെ ആദ്യ ഫലങ്ങളായി പരിശുദ്ധാത്മാവ് നമ്മിൽ രൂപപ്പെടുത്തുന്ന പൂർണ്ണതകളാണ്. പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ വിശ്വാസ പ്രഖ്യാപന രേഖയിൽ വ്യക്തമാവുന്നത് പോലെ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന വിശ്വാസികളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ വിശുദ്ധീകരിക്കാൻ പരിശുദ്ധാത്മാവ് നിരന്തരം പ്രവർത്തിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുവാനും ആത്മാവിൽ ജീവിച്ച് ക്രിസ്തുവിന് യഥാർത്ഥ സാക്ഷികളാകുവാനും ഈ തിരുവചനം നമ്മെ ശക്തമായി പ്രേരിപ്പിക്കുന്നു. അതിനാൽ അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ഭൗതിക നന്മകൾക്കപ്പുറം ദൈവത്തിൻ്റെ ആത്മാവിനായി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.